ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു PRM മെമ്പേഴ്സ്. നമ്മുടെ സൈറ്റിനകത്ത് നമുക്ക് വരുന്ന വരുമാനം ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിന് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ എൻ്റെ പവർ റിച്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഇവിടെ എൻ്റെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഞാനത് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. വെബ്സൈറ്റ് ഓപ്പണായി വരുന്നുണ്ട്. ഇവിടെ സൈനിങ് കൊടുക്കുന്ന ചുവപ്പ് കളറിലുള്ള സൈനിങ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. പാസ്വേഡ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പാസ്വേഡ് ഓൾറെഡി ID സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഐഡിയും പാസ്വേഡും വന്നിട്ടുണ്ട്. കൊടുത്തു, ഓപ്പണായി. നേരെ നമ്മൾ സൈറ്റിൻ്റെ ഇൻ്റർഫേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇടത് ഭാഗത്ത് 9 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇടത് ഭാഗത്ത് തന്നെ ഡാഷ്ബോർഡ്, മൈ അക്കൗണ്ട്, റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി, RGP വാലറ്റ്, RGP ആക്ടിവേഷൻ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ RGP വാലറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. വാലറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ആഡ് ഫണ്ട് റിക്വസ്റ്റ്, ആഡ് ഫണ്ട് ഹിസ്റ്ററി, ഇൻ്റർചേഞ്ച്. ഈ ഇൻ്റർചേഞ്ച് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫണ്ട് ഞാൻ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് വാലറ്റ് വന്നിട്ടുള്ള പ്രോഫിറ്റിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇൻ്റർചേഞ്ച് ചെയ്തു. ഇവിടെ 199.97 എന്ന് കാണാം. ആ 0.97 എന്നുള്ളത് ഡിലീറ്റ് ചെയ്യണം. 0.97 ഡിലീറ്റ് ചെയ്തു. മുകളിൽ ക്യാഷ് വാലറ്റ് ഉള്ളത് 196.97 രൂപയാണുള്ളത്. അത് ഇവിടെ വരുമ്പോൾ വിഡ്രോ കൊടുക്കുമ്പോൾ നമ്മൾ പോയിൻ്റ് ഒഴിവാക്കണം, എന്നിട്ട് റൗണ്ട് ചെയ്യണം. ബാക്കിയുള്ള എമൗണ്ട് റൗണ്ട് ചെയ്യാം. അപ്പോൾ പോയിൻ്റ് ഒഴിവാക്കി. ഇനി എൻ്റെ ട്രാൻസാക്ഷൻ പാസ്വേഡാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിക്കാം. ട്രാൻസാക്ഷൻ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് വിഡ്രോ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വിഡ്രോ കൊടുത്തു നോക്കാം എന്താ വരുന്നതെന്ന്. വിഡ്രോ കൊടുത്തപ്പോൾ സക്സസ്ഫുള്ളി ചേഞ്ച്ഡ് എന്ന് കാണിച്ചു. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി ചേഞ്ച്ഡ്. അപ്പോൾ എന്തായിട്ടുണ്ട്, പേയ്മെൻറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇൻ്റർചേഞ്ചിലേക്ക് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് മൊബൈൽ റീചാർജ് ചെയ്യാം, ഇലക്ട്രിസിറ്റി ബിൽ അടക്കാം, എല്ലാം അവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 10% മാത്രമാണ് നമുക്ക് കട്ടിങ് വരുന്നത്. മറിച്ച് നമ്മുടെ വാലറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, വാലറ്റിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 15% കട്ടാവും. ഇവിടെ ഇങ്ങനെ ആകുമ്പോൾ 10% കട്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.